ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पति गोपेश गोपिकान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः हरे कृष्ण हरि ओम तत्सत् സോ ഇന്ന് അടുത്ത ആഴ്ചക്കുള്ള ശ്ലോകം 4-3 സേവായം മയാ തേദ്യ യോഗപ്രോക്തോ പുരാതനാം ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹി ഏതമുത്തമം സേവായം മയാ തേദ്യ യോഗപ്രോക്ത പുരാതനാം ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹി ഏതദുത്തമം. ശ്യാമള മാതാജി. हरे कृष्ण। ओम नमो भगवते वासुदेवाय स एवायं मया तेद्य योगः प्रोक्तः पुरातन भक्तोऽसि मे सखा तमम्। हरे कृष्ण। मंगला माताजी. हरे कृष्ण। ओम नमो भगवते वासुदेवाय स एवायं मया तेद्य योगप्रोक्तः पुरातनः भक्तोऽसि मे सखा चेति रहस्यं हेतदुत्तमं। हरे कृष्ण. स्मिता माताजी. ओम नमो भगवते वासुदेवाय स एवायं मया तेद्य योगा प्रोक्त पुरातना भक्तोऽसि मे सखा चेति रहस्यं हेतदुत्तमम्. നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. ഹരേ കൃഷ്ണ. Very good. That very ancient science of the relationship with the Supreme is today told by me to you because you are my devotee as well as my friend and can therefore understand the transcendental mystery of this science. എന്താണ് സ ഏവായം മയാ തേദ്യ. അതേ ആ ജ്ഞാനം യോഗപ്രോക്ത പുരാതനം. അത് എന്താണ് പറഞ്ഞത്? പുരാതനമായിട്ടുള്ള ജ്ഞാനം അത് കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി അല്ലേ? അത് വീണ്ടും ഞാൻ പറയാണ്. ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? അർജുനന്. കാരണം എന്താ? എന്തിനാണ് അർജുനന് പറഞ്ഞു കൊടുക്കാൻ കാരണം? വേറെ ആർക്കും പറഞ്ഞു കൊടുത്തില്ല. യുധിഷ്ഠിരനുണ്ട്, ഭീമനുണ്ട്, നകുലുണ്ട്, സഹദേവനുണ്ട്, പഞ്ചപാണ്ഡവന്മാരിൽ. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാണ്? അർജുനാണ്. കാരണം അർജുനൻ സഖ, മറ്റുള്ളവരും സഖയാണ്. പക്ഷെ ആ സഖാക്കളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സഖയാണ് അർജുനൻ. പിന്നെ അത് മാത്രമല്ല ഭക്തനും കൂടിയാണ്. ഈ രണ്ട് ക്വാളിഫിക്കേഷനാണ് അർജുനനെ മറ്റുള്ളവരിൽ വ്യത്യാസമായിട്ട് നിർത്തുന്നത്. ഒന്ന്, നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട് അർജുനായിട്ട്. രണ്ടാമത് ഭക്തനും കൂടിയാണ്. ഈ രണ്ട് ക്വാളിറ്റീസ് ആണ് അർജുനന് ഈ ജ്ഞാനം കിട്ടാനുള്ള ഒരു ഭാഗ്യമുണ്ടായത് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് അർജുനനെ ഭഗവാൻ ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. അതായത് ഈ മാഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ അറിവ് വീണ്ടും ഭഗവാൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? അർജുനന് പറഞ്ഞു കൊടുക്കുന്നു അല്ലേ? ഏവം പരമ്പരാപ്രാപ്തം. ഇത് പരമ്പരാഗതമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ എന്തോ കാരണവശാൽ കാലത്തിന്റെ ആ ഒരു പ്രവാഹത്തിൽ
ഇത് മറന്നു, ഇത് കളഞ്ഞുപോയി, നഷ്ടപ്പെട്ടു പോയി. വീണ്ടും അർജുനനെ ഒരു വയാ മീഡിയമായിട്ട്, ഒരു ട്രാൻസ്പാരന്റ് മീഡിയമായിട്ട് ഭഗവാൻ ഇവിടെ ഉപയോഗിക്കുകയാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ. അതാണ് ദാറ്റ് വെരി ഏൻഷ്യൻ സയൻസ്. ഇപ്പൊ ആദ്യമായിട്ടല്ല പറഞ്ഞു കൊടുക്കുന്നത്, വെരി ഏൻഷ്യൻ, പുരാതനമായിട്ടുള്ള ഈ ശാസ്ത്രം. എന്താണ് ശാസ്ത്രം? റിലേഷൻഷിപ്പ് വിത്ത് സുപ്രീം. നമ്മളുടെയും അതായത് ഭഗവാനും തമ്മിലുള്ള ആ ബന്ധമാണ്. ഇത് ആർക്കും അറിയുന്നില്ല. നമ്മളെല്ലാം ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുകയാണ് അല്ലേ. എനിക്ക് മുകളിൽ ആരുമില്ല, ഞാനാണ് ഇതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ഞാനാണ് ഇതിൻ്റെ മാസ്റ്റർ, ഇതിൻ്റെ ഭോക്ത ഞാനാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ അകറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അർജുനെ ഇവിടെ നിയോഗിച്ചത്. ഇതാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തില് ഭഗവാൻ ആദ്യമായിട്ടുള്ള ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ ആദ്യമായിട്ട് ഭഗവത്ഗീതയിൽ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, ബില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പേ സൂര്യഭഗവാന് പറഞ്ഞു കൊടുത്തായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ. സൂര്യഭഗവാന് ഏത് സമയത്തായിരുന്നു, ഏത് യുഗത്തിലായിരുന്നു അത് കൊടുത്തത് വിജ്ഞാനം? മന്വന്തരത്തിലല്ലേ? ഏതു യുഗത്തില? യെസ്, മന്വന്തരത്തിൽ. ഓക്കെ, ഏതു യുഗത്തിൽ? സത്യയുഗത്തിലല്ലേ? അല്ല, കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ വായിച്ചില്ലേ, ത്രേതായുഗത്തില്. യുഗം പറഞ്ഞിട്ടില്ലേ പ്രഭുജി? മന്വന്തരല്ലേ ഇല്ലല്ല, പർപ്പോട്ട് വായിച്ചു കയ്യിലെ ഇതിന്റെ പ്രത്യേകിച്ചൊരു പ്രഭാതി ത്രേതായുഗത്തിലാണ് അല്ലേ. പർപ്പോട്ടിലുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലത്തെ പർപ്പോട്ടിലുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ. അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് നമ്മള് രണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം, അതോ ഒന്നോ? ഏതാ? അല്ല, ഏവാ പരമ്പരം പ്രോക്തം രണ്ട് ഇതിലുണ്ടായിരിക്കും മിക്കവാറും, ഇതിൽ തന്നെ തോന്നും. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഭുജി പറഞ്ഞത് ചക്ഷുഷ മന്വന്തരത്തിലാണ്. അല്ലല്ല, സൂര്യഭഗവാന് പറഞ്ഞു കൊടുത്തേണ്ട കാര്യം ആ വൈവസ്വത മനു, അതായത് വിവസ്വാന്റെ ചക്ഷുഷ അല്ല, വിവസ്വാൻ. ഇതാണ് ഏതൊരു ഒരു ഇതിൽ തന്നെയാണോ ഓർമ്മയില്ല, അതോ ഇതിന്റെ മുമ്പിലത്തെയാണോ അറിയില്ല. വിവസാനാകുമ്പോ ഏത് യുഗാണ്? ത്രേതായുഗാണോ? അല്ല, വിവസ്വാന്റെ വൈവസ്വത മനുവിന്റെ ഒരുപാടുണ്ടോ, 1000, അതായത് 72 യുഗ സൈക്കിൾ ഉണ്ടല്ലോ. അതിലത്തെ ആദ്യത്തെ യുഗ സൈക്കിളിലായിരിക്കും. ഞാൻ ഇവിടെ പറഞ്ഞുതരാം, ഇവിടെ ഉണ്ട്, നോക്കട്ടെ. ആദ്യത്തെ ഏതാ? ഒന്നല്ലേ, ഒന്ന് മാത്രം അല്ലേ? അല്ലാണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദ്വാപര യുഗത്തിന്റെ തൊട്ട് അല്ലല്ല, ഇവിടെ ഉണ്ടാവും. ഒരു മിനിറ്റ്. Yeah, the sun is a king of the planets, and sun god at the present of the name Vivaswan rules the sun planet, which is controlling all other planets by supplying heat and light. He is rotating under the order of Krishna, and Lord Krishna originally made Vivaswan his first disciple to understand the science of Bhagavad Gita. The Gita is not therefore a speculative treatise for the insignificant mundane scholar, but is standard book of knowledge coming down from time immemorial. Yeah, in the beginning of the millennium known as Treta Yuga, this science of relationship with the Supreme was delivered by Vivaswan to Manu. പ്രഭുജി, അത് ഏതിലത്തെ ഭാവാർത്ഥ വായിക്കണേ? ആദ്യം ഒന്നാമത്തെ, അതായത് ഒന്നാമത്തെ 4:1. അതില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലേ? ഓക്കെ, അതായത് ഇൻ ദ ബിഗിനിങ് ഓഫ് മില്ലേനിയം. മില്ലേനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 യുഗ സൈക്കിളിന്റെ നോൺ ആസ് ത്രേതായുഗ. ഭഗവാനുമായുള്ള ബന്ധത്തിന്റെ ശാസ്ത്രം യുഗ. ആ 4 യുഗത്തിലെ ത്രേതായുഗത്തിലെ മില്ലേനിയം, അതൊരു യുഗ എന്നാണ്. മില്ലേനിയം ഇവിടെ അർത്ഥം പ്രഭാത കൊടുത്തിരിക്കുന്ന യുഗ, മില്ലേനിയം പറഞ്ഞ. അപ്പോൾ ബിഗിനിങ്, അതിന്റെ തുടക്കത്തില് this science of relationship with the Supreme was delivered by Vivaswan to Manu. Beginning. അപ്പം
വൈവസ്വത മനുവിന്റെ തുടക്കത്തിലെ മില്യണത്തില് ത്രേതായുഗത്തില്. ആരാണ് വൈവസ്വത മനുവിന്റെ അച്ഛൻ? ആരാണ്? വിവസ്വാൻ. 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 വിവസ്വാന്റെ മകൻ ആരാണ്? മനു. അല്ല, വിവസ്വാന്റെ മനു വൈവസ്വത മനു. അതെ, അതിന്റെ മകൻ ആരാണ്? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ. എന്താ സുദ്യും? അല്ലല്ല സുദ്യുമ്നൻ. അല്ലല്ല വിവസ്വാൻ, മനു, ഇക്ഷ്വാകു. ഓ, ഇക്ഷാകു ആണോ? വിവസ്വാൻ മനുവേ പ്രാഹ. അല്ല പ്രഭുജി, വിവസ്വാന്റെ മകൻ വൈവസ്വത മനു. വൈവസ്വതൻ മനുവിന്റെ മകൻ ഇക്ഷാകു ആണ് അല്ലേ? ആ ഒരു പരമ്പരയിലാണ് ആര് വന്നിരിക്കുന്നത്? രാമചന്ദ്ര ഭഗവാൻ. The king of this earth planet and forefather of the Raghu dynasty in which Lord Ramchandra appeared. Therefore, Bhagavad Gita existed in human society from the time of Maharaja Ikshvaku. ഒരു റീസെന്റ് ഹിസ്റ്ററി പറയാണ്. അറ്റ്ലീസ്റ്റ് ആ സമയം മുതൽക്കെങ്കിലും നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതിന് മുമ്പുണ്ട് ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം ഭഗവാന്റെ ബ്രീതിങ്ങിലാണ്, വേദാസ്. ഈ സൃഷ്ടി എപ്പോൾ ഉണ്ടായി അപ്പോൾ മുതൽക്കുണ്ട്. പക്ഷെ അപ്പോൾ വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പെയാണ്. ഇതിപ്പോൾ ഏഴാമത്തെ മനുവിന്റെ പീരീഡാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ മുമ്പത്തെ മനുവാണ് ആരാണ്? ചക്ഷുഷ അല്ലേ? ആദ്യത്തെ മനു ആരാണ്? സ്വയംഭവ മനു. വൈവസ്വത മനുവിന്റെ പ്രിഡിസിസർ ആയിട്ടുള്ള മുൻകാലത്തെ മനു, അതായത് ഈ മന്വന്തരത്തിലെ ആദ്യത്തെ മനു സ്വയംഭവ മനു. ഇത് ഏഴാമത്തെ മനുവാണ്. ഇനി 7 മനുക്കളും കൂടിയും കഴിഞ്ഞാലാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം കഴിയുള്ളൂ. 14 മനുക്കളാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു വർഷത്തില് ഒരു ജീവായുസില്, ബ്രഹ്മാവിന്റെ ഒരു ജീവായുസില് 5,04,000 മനുക്കൾ വന്നു പോകും. 14 എങ്ങനെ കണക്കാക്കുക? പറയൂ. എങ്ങനെ മനുവിനെ കണക്കാക്കുക? ഒരു ദിവസം 14 മനുക്കളാണെങ്കിൽ ബ്രഹ്മാവിന്റെ ആയുസ്സത്തിൽ എത്ര മനുക്കളാണെന്ന് എങ്ങനെ കാണുക? ഹരേ കൃഷ്ണ. എങ്ങനെ കാണുക? 365 ദിവസമാണല്ലോ, അതായത് 100 വർഷല്ലേ ബ്രഹ്മാവിന്റെ ആയുസ്. ഗുണിച്ചു നോക്കും, അപ്പൊ കിട്ടും 504,000 കിട്ടും. ഓക്കെ, അപ്പൊ 5,04,000 മനുക്കളാണ് ബ്രഹ്മാവിന്റെ ഒരു ആയുസ്സിലുള്ളത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് വളരെ ഈ ഒരു 14, അതായത് ഒരു ദിവസത്തിലെ 14 മനുക്കളെയും പോലും അറിയില്ല നമുക്ക്. അത് പ്രഭാതനം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 14 മനുക്കളുടെയും പേര് തന്നിട്ടുണ്ട് ഈ പർട്ടിക്കുലർ ഡേയില്. അത് നമ്മൾ ആദ്യം സ്വയംഭൂ മനു അവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് വൈവസ്വത മനുവിനാണ്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ മനുവിന്റെ രാജ്യം ഏതാണ്? വൈവസ്വത മനുവിന്റെ രാജ്യമാണ്. അപ്പോ പിന്നെ വീണ്ടും ഇനി പറയും ഇൻ വിച്ച് ലോർഡ് രാമചന്ദ്ര അപ്പിയർ. ഇപ്പൊ ഇതും ഒരു കൺഫ്യൂഷൻ ആവുന്നെങ്കിൽ ഞാൻ പറഞ്ഞ രാമചന്ദ്ര ഭഗവാൻ, ലോർഡ് രാമചന്ദ്ര എപ്പോഴാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്? ഏത് യുഗത്തിലാണ്? ത്രേതായുഗം. ഏത് ത്രേതായുഗത്തിലാണ്? ത്രേതായുഗം പിന്നെ എങ്ങനെ ദ്വാപരയുഗമാ? പ്രഭുജി പറഞ്ഞത് ചോദ്യം മനസ്സിലായില്ല. ഒരു ദിവസത്തില് പല മന്വന്തരങ്ങളുണ്ട് പറഞ്ഞില്ലേ? ഒരു ദിവസത്തില് ഒരു ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തില് 14 മന്വന്തരങ്ങളുണ്ട്. ഓക്കെ, 24th യുഗ സൈക്കിൾ. ഇതിപ്പോ 28th യുഗ സൈക്കിളാ നടക്കുന്നത്. 24th യുഗ സൈക്കിൾ ആണ് രാമചന്ദ്ര ഭഗവാന്റെ അവതാരം. ഈ യുഗ സൈക്കിൾ അല്ല. 72 യുഗ സൈക്കിളാണ് ഒരു മന്വന്തരം. ഇപ്പൊ വൈവസ്വത മനുവിന്റെ
24-ാമത്തെ യുഗ സൈക്കിളിലാണ് രാമചന്ദ്ര ഭഗവാന്റെ അപ്പിയറൻസ്. അപ്പൊ നമ്മൾ ഏകദേശം കണക്ക് നോക്കുകയാണെങ്കിൽ, ഒരു അപ്രോക്സിമേറ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 17 lakhs വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം ഞാനൊരു അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത് കേട്ടോ. പ്രഭുജി, വൈവസ്വത മനു എത്രാമത്തെ യുഗ സൈക്കിളിലാണെന്ന് പറഞ്ഞ? 24-ാമത്തെ. 24-ാമത്തെ. അത് വൈവസ്വ മനുവിന്റെ അല്ലേ? അതെ. അപ്പൊ 72 യുഗ സൈക്കിളാണ് ഒരു മനു. ഓക്കെ, അതിൽ 24-ാമത്തെ യുഗ സൈക്കിളിലാണ് രാമചന്ദ്ര ഭഗവാൻ അവതരിച്ചത്. ഇപ്പൊ നടക്കുന്ന 27-ാമത്തെ 28-ാമത്തെ യുഗ സൈക്കിളാണ് നടക്കുന്നത്. യുഗ സൈക്കിൾ ട്ടോ. യുഗ സൈക്കിൾ പറഞ്ഞാൽ സത്യ, ത്രേത, ദ്വാപര, കലി. ഇതാണ് ഒരു സൈക്കിള്. അങ്ങനെ 24-ാമത്തെ യുഗ സൈക്കിളിലാണ് രാമചന്ദ്ര ഭഗവാന്റെ അവതാരം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഈ ത്രേതായുഗത്തിലല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കലികാലം, അതിൻ്റെ മുമ്പ് ദ്വാപരയുഗം, അതിൻ്റെ മുമ്പ് ത്രേതായുഗം. ആ ത്രേതായുഗത്തിലല്ല രാമചന്ദ്ര ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. 24-ാമത്തെ യുഗ സൈക്കിളിലാണ് രാമചന്ദ്ര ഭഗവാൻ. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്ന നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ യുഗ സൈക്കിളിന്റെ, അതായത് കലിയുഗത്തിന്റെ തൊട്ട് മുമ്പിലുള്ള ദ്വാപര, അതിലാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ രാമചന്ദ്ര ഭഗവാന്റെ അവതാരം ഏകദേശം 4, അപ്പോൾ 24-ഉം 3 യുഗ സൈക്കിളിന്റെ ഒരു 432, അതായത് ഒരു യുഗ സൈക്കിൾ 4,320,000 ഇൻറ്റു 3 കണക്കായിക്കോളും ഏകദേശം. അപ്പം 4, 12, ഏകദേശം 16-17 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് രാമചന്ദ്ര ഭഗവാന്റെ അവതാരം ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? എത്ര മില്യൺ? അതായത് 4 യുഗ സൈക്കിൾ ചെയ്യാം. ഒരു യുഗ സൈക്കിൾ 4,320,000 ഇയേഴ്സ്. എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. 4,32,000 അല്ലേ പ്രഭുജി? അല്ല, 4,320,000. 4 മില്യൺ, എന്താ പറയാ, 43,20,000. 43,20,000. അതാണ് ഈ 4 യുഗങ്ങളുടെയും കണക്ക് അല്ലേ? ടോട്ടല് അതിനെ 3 ഒരു ഏകദേശം 3 യുഗ സൈക്കിളിന് മുമ്പ്, 3 ഇതിന്റെ സൈക്കിളിന് മുമ്പ് എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു ഇത് കിട്ടും. ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം പറയാം. അതായത് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഈ യുഗം മാത്രമേ ഉള്ളൂ. ഒരുപാട് യുഗ സൈക്കിൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഓക്കെ, 72 യുഗ സൈക്കിളാണ് ഒരു മന്വന്തരം അല്ലേ? അതെ. 71, ചിലപ്പോൾ 71 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. പക്ഷെ ഏകദേശം 72 ഒരു മനുവിന്റെയും മറ്റ് ദേവതമാരുടെയും അത്രയേ ഉള്ളൂ. ദേവതമാർ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പോസ്റ്റ് മാറും, ആൾക്കാർ മാറും. ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, പറഞ്ഞില്ല, അങ്ങനത്തെ ഇതൊക്കെ പോസ്റ്റാണ്, പദവികളാണ്. ഗണപതി, ഇതൊക്കെ പോസ്റ്റാണ്. ഇവരൊക്കെ ആ പോസ്റ്റ് വിട്ട് വേറെ ജീവാത്മാക്കൾ ആ പോസ്റ്റ് സ്വീകരിക്കും ഈ ഒരു മന്വന്തരം കഴിഞ്ഞാൽ. അപ്പോൾ ഇവരുടെ മാക്സിമം ടൈം പീരീഡ് ഒരു മന്വന്തരമാണ്. പ്രഭുജി പറഞ്ഞല്ലേ ശിവന് പോസ്റ്റ് അല്ല എന്ന് പറഞ്ഞല്ലോ. ശിവൻ പോസ്റ്റ് അല്ല, ശിവൻ ഒരു അപ്പൊ അദ്ദേഹം ഇവിടെ പ്രളയം ഉണ്ടാവുമ്പോ അപ്പൊ അദ്ദേഹത്തിനെ ഒന്നും ബാധിക്കില്ല? ഇല്ല, അദ്ദേഹം എറ്റേണൽ അല്ലേ, അദ്ദേഹം ശാശ്വതമാണ്. മറ്റേതൊക്കെ പോസ്റ്റാണ്. അവരുടെ ഒരാളിപ്പോ ഗണപതിയുടെ പോസ്റ്റിലിരിക്കുകയാണെങ്കിൽ ഗണപതി ഭഗവാന്റെ ധാമിലേക്ക് പോയി വേറെ ആള് അവിടെ വരുന്നു. ഒരു ജനറൽ മാനേജർ, ഒരു പോസ്റ്റാണ്, ഒരു വ്യക്തിയല്ല. ഒരു വ്യക്തി അതില് അതെ പ്രഭുജി, ഹരേ കൃഷ്ണ. അപ്പൊ ഈ ഗണപതിയുടെ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും അവര് അവിടെ ഇരുന്നിട്ട് ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമാണ് അങ്ങോട്ട് പോവുള്ളൂ അല്ലെ ഭഗവാന്റെ? തീർച്ചയായിട്ടും അവരൊക്കെ സുരന്മാരാണ്, അസുരന്മാരല്ല. തീർച്ചയായിട്ടും മുകളിലുള്ള എല്ലാ ദേവി ദേവതമാരും ഭഗവാന്റെ ഭക്തന്മാരാണ്. അവർ ഈ യൂണിവേഴ്സൽ അഫയേഴ്സില്, ഈ പ്രപഞ്ചത്തിന്റെ
സൃഷ്ടി കാര്യങ്ങൾ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളിൽ ഓരോ പോർട്ട്ഫോളിയോ കൊടുത്തിരിക്കുന്നു മാത്രം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ചില ചില ലീലകളിലും പങ്കെടുക്കേണ്ടി വരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവര് രജോ ഗുണത്തിലുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കും, തമോ ഗുണത്തിലുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കും, സത്വഗുണത്തിൽ. അതെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവര് ആ തമോ ഗുണത്തിലായെന്ന് വിചാരിക്കാൻ പാടില്ല, രജോ ഗുണത്തിലാണെന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില ചില ലീലകളുടെ ഭാഗമാക്കാവുന്ന മാത്രമേ ഉള്ളൂ. ഈ ദേവന്മാര് അല്ലേ? ദേവന്മാര് ഇപ്പൊ ഇൻക്ലൂഡിങ് ഇപ്പൊ ബ്രഹ്മവിമോഹൻ ലീല, ബ്രഹ്മാവിനെ ആ ഒരു ഭ്രമം വന്നത് തന്നെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ബ്രഹ്മാവിനും മോഹം വരില്ല, കാരണം ഭഗവാൻ അവിടെ അത് ആ ഒരു സ്ക്രിപ്റ്റില് അങ്ങനത്തെ റോള് കൊടുത്തു എന്ന് മാത്രം. അപ്പൊ ഇന്ദ്രന്റെ ഒക്കെ അങ്ങനെ തന്നെയാവും അല്ലേ? യെസ്, ഇന്ദ്രൻ അതൊക്കെ ജീവാത്മാക്കളാണ്. അവർ ആ ഒരു പോർട്ട്ഫോളിയോ, അവരൊക്കെ പല തെറ്റും ചെയ്ത് കാണുന്നത്, പല മിസ്റ്റേക്കും ചെയ്ത് നമുക്ക് കാണുന്നുണ്ട് അല്ലേ? ഗോവർദ്ധന്റെ ലീലയിലും പലർക്ക്. അതൊക്കെ ഭഗവാൻ നമ്മളെ പല ഗുണപാഠങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ അവിടെ ഈ നാടകത്തിൽ എംപ്ലോയ് ചെയ്യുന്നു. പക്ഷെ അവർക്ക് അറിയുന്നില്ല അത്. അവര് ശരിക്കും ജീവിക്കുകയാണ്. കാരണം വെച്ചാൽ ഭഗവാൻ അത് പറഞ്ഞു കൊടുത്താൽ, നിങ്ങൾ ഡ്രാമ കളിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പൊ അവര് ശരിക്കും ആ ഒരു രജഗുണത്തിലെങ്കിൽ രജഗുണത്തിലെ, സത്വഗുണത്തിലെങ്കിൽ സത്വഗുണത്തിലെ ആ ലീലകള് അവർ ശരിക്കും ജീവിക്കുകയാണ്. അവർക്ക് അറിയുന്നില്ല അവരാരാണെന്ന്. ഭഗവാൻ വേണ്ടുന്ന സമയത്ത് അതിന്റെ ഇത് കൊടുക്കും ചെയ്യും ചില സമയത്ത്. ഈവൻ ഇപ്പൊ അർജുനൻ എന്താണ്, യോഗമായ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അർജുനൻ അറിയുന്നില്ലേ അർജുനും ഭഗവാനും തമ്മിലുള്ള എറ്റേണൽ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന അർജുനോട്, അർജുന, അതായത് അർജുനൻ ചോദിക്കുന്നില്ല ഇതേ ചോദ്യത്തില്, അതായത് ഈ ജ്ഞാനം ഞാൻ സൂര്യഭഗവാന് എത്രയോ 2 ബില്യൺ വർഷത്തിന് മുമ്പറ്റ് പറഞ്ഞു കൊടുത്തു പറഞ്ഞപ്പോൾ അർജുനൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ഭഗവാൻ വന്നിട്ട് ഇപ്പോൾ 100 കൊല്ലമായിട്ടുള്ളൂ അല്ലേ? ഈ 100 കൊല്ലം ജീവിച്ചിരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണ് 2 മില്യൺ വർഷത്തിന് മുമ്പ് സൂര്യഭഗവാന് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോഴാണ് പറയുന്നത്, ഭഗവാൻ ഈ ഒരുപാട് തവണ ജനിച്ച് ഇട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് അവതരിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാം അർജുന, നീ എനിക്ക് ഇത് അറിയുന്നില്ല, അതുകൊണ്ടാണ് ഇത് അങ്ങനെ ഒരു സംശയം വരുന്നത് പറയുന്നു. കാരണം അവിടെ യോഗമായ കട്ടൻ കൊണ്ട് മൂടിയിട്ട് അർജുനന്റെ ആ മറവി, തൻ്റെ പൂർവ്വകാല ജന്മത്തിനെ പറ്റിയിട്ടുള്ള ആ ഓർമ്മകള് മറവിൽ വരികയാണ്. അതുകൊണ്ടാണ് അർജുനൻ അറിയാത്തത്. ഓക്കെ, ഹരേ കൃഷ്ണ. സോ അപ്പൊ അടുത്ത നമ്മുടെ റെഗുലർ ക്ലാസ്സിന്റെ എന്താണ്? വൈവസ്വത മനുവിന്റെ മകനല്ലേ വിവസ്വാൻ? അല്ല, വിവസ്വാൻ സൺ ഗോഡാണ്. സൺ ഗോഡിന്റെ മകനാണ് വൈവസ്വത മനു, സൂര്യഭഗവാന്റെ. അതായത് ഈ വിവസ്വാന്റെ മകനാണോ വൈവസ്വ മനു? അതെ അതെ അതെ. വൈവസ്വതൻ മനുവിന്റെ മകൻ ഇക്ഷാകു അല്ലേ? അതെ. എല്ലാം ബ്രേക്കായി മാതാജി, കേട്ടില്ല ഒന്നും. വൈവസ്വ മനുവിനെ പറ്റിയിട്ട് പറയുന്നില്ലല്ലോ ഇതില്. ഏതിൽ പറയുന്നില്ല? ഈ ശ്ലോകത്തിലോ? പറഞ്ഞു കൊടുത്തു എന്നല്ലേ പറയണുള്ളൂ. ആ, ഭഗവാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തു. അത് ആദ്യത്തെ ശ്ലോകത്തില് ഇതാണ്ടോ, ഇതാണ്ടോ ഇവിടെ നോയിക്കോളൂ, ഇവിടെ ഉണ്ടല്ലോ, ഇമാം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുർ ഇക്ഷ്വാകവേ ബ്രവീത്. വിവസ്വാൻ മനുവിന് കൊടുത്തു. ആ മനുവിന്റെ പേരാണ് വൈവസ്വത. എന്തുകൊണ്ടാണ് വൈവസ്വത മനു? വിവസ്വാന്റെ മകനായിട്ട് ജനിച്ചുകൊണ്ട് വൈവസ്വത മനു. പൃഥയുടെ മകനായതുകൊണ്ട് പാർത്ഥൻ. അതേപോലെ വസുദേവന്റെ മകനാകൊണ്ട് വാസുദേവൻ. അതുകൊണ്ട് വൈവസ്വത മനു. എന്താ പറഞ്ഞ? ഇവരൊക്കെ മനുഷ്യപിതാവിനല്ലേ? ഇപ്പൊ ഈ അതെ, മനുവിന്റെ ഇതിലാണ് നമ്മളെല്ലാം വരുന്നത്. വൈവസ്വത മനു മനുഷ്യപിതാവല്ലേ? അതെ. അല്ല, എന്നിട്ട് ഇതിൽ പ്രത്യേകം എഴുതിയാണ് മനുഷ്യ വംശപിതാവായ മനു സ്വപുത്രനായ. ഓക്കെ.
അപ്പൊ അത് ക്ലിയർ ആയി. ഇത് വളരെ വീണ്ടും വീണ്ടും വായിച്ചാലേ നമുക്ക് ഐഡിയ കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ജസ്റ്റ് വായിച്ചു പിന്നെ പോയാൽ. ഒരു കാര്യം പറഞ്ഞിട്ട് സുദ്യുമ്നൻ അതാരാ? ഈ നാലാമത്തെ ഒരു മിനിറ്റ്. എന്താ പറഞ്ഞ സുദ്യം? അന്ന് സ്റ്റോറി പറഞ്ഞില്ലേ? അതായത് ചന്ദ്രന്റെ മകൻ ചന്ദ്രന്റെ മകൻ ബുധൻ. ഓക്കെ, ബുധനിലെ സുദ്യുമ്നൻ ഇല എന്നുള്ള ആ സ്ത്രീ രൂപത്തിലുണ്ടായതാണ് എന്താ സുദ്യുമ്നൻ അല്ലേ? സുദ്യുമ്നൻ അല്ലേ പേര്? അല്ല, സുദ്യുമ്നന്റെ സ്ത്രീ രൂപത്തിന്റെ പേരാണ് ഇല. സ്ത്രീ രൂപ രണ്ട് ഞാൻ പറഞ്ഞില്ലേ? ബുധൻ ഇളയായി ആ, ബന്ധമുണ്ടായി കുട്ടി, അതെ അതാണ് അതെ പുരൂരവസ്തു. അത് പുരൂരവ. അത് മുതൽ ചന്ദ്രവംശം അതെ, വന്നു. അവിടെ നിന്നാണ് ചന്ദ്രവംശം വന്നത്. ആ, പുരൂരവ. അതൊരു ശാപം. ശാപമല്ല, ഇത് കാരണം ശിവഭഗവാന്റെ ധാമില് പോകാൻ പാടില്ല. പക്ഷെ പോയപ്പോൾ സ്ത്രീയായി. അവിടെ ആർക്കും പുരുഷന്മാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടുന്നാണ് ചന്ദ്രവംശം. ആ ചന്ദ്രവംശത്തിലാണ് ഭഗവാൻ കൃഷ്ണന്റെ അവതാരം ഉണ്ടായത്. ഓക്കെ പ്രൊജി, ക്ലിയർ ആയി. ഞാനേ ഒരു പോയിന്റ് തെറ്റ് എഴുതി, അതുകൊണ്ടാണ് ഞാനിപ്പോ ചോദിച്ചു. ക്ലിയർ, അത് ഞാൻ തെറ്റന്നെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ തെറ്റ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ഷമിക്കും. ഓക്കെ, ശ്യാമള മാതാജി എന്താ ചോദിച്ചു? പറഞ്ഞിട്ടുണ്ടായിരുന്നു മറന്നോ? രണ്ടാമത്തെ അധ്യായത്തിൽ നിഗൂഢജ്ഞാനേ. ആ, നാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞേ പ്രഭാതരെ രണ്ടാമത്തെ അധ്യായത്തിൽ അങ്ങനെ ഒരു ഭാവാർത്ഥത്തിൽ കണ്ടു. അപ്പൊ അതിശയാവ ഇനിയും എന്തൊക്കെയോ അറിയാണ്ട്. ഇതിലത്തെ നിഗൂഢജ്ഞാനം ഇപ്പോഴും മനസ്സിലായിട്ടില്ല നാലാമത്തെ അധ്യായത്തില്. ഓക്കെ. അടുത്ത നമ്മുടെ യൂഷ്വൽ ശ്ലോകം ഏതാ? എന്താ പറഞ്ഞത്? ഹരേ കൃഷ്ണ. 6 അല്ലേ? ധ്യാനയോഗം ഹരേ അല്ലേ? കൃഷ്ണ. 6 7 പ്രഭുജി 6 27 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടില്ല. അപ്പൊ 28. കുഞ്ഞുസ്മിത മാതാജി വെച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. 6:28 തന്നെയല്ലേ എടുക്കാന്? ഇന്ത്യയിൽ അതാ കാണുന്നത്. ഹരേ കൃഷ്ണ മാതാജി. മാതാജി 6:28 എടുക്കാനെന്ന്. 6:28 ഹരേ കൃഷ്ണ. ഹരിബോൾ. അധ്യായം 6 28 ശ്ലോകം നൽകും. യുഞ്ജനേവം സദാത്മാനം യോഗി വിഗത കൽമഷാം സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്നുതേ. യുഞ്ജനേവം സദാത്മാനം യോഗി വിഗത കൽമഷാം സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി ഇതെടുത്തതാണ്. അതെ. അപ്പൊ 29 അതിലേക്ക് അതീന്ദ്രിയ സേവനമാകുന്ന പരമാനന്ദത്തിന്റെ എന്ന് പറഞ്ഞിട്ട് പ്രഭുജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സേവനത്തിലൂടെയാണ് നമുക്ക് ആനന്ദം കിട്ടുകയെന്ന്. ഓക്കെ, അപ്പൊ 29 എടുക്കാം. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സർവഭൂതസ്ഥം സർവഭൂതാത്മനി ഈശതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. ഹരേ കൃഷ്ണ. മംഗളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവഭൂതസ്ഥ ആത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. വിവർത്തനം വായിക്കട്ടെ പ്രഭുജി. വായിച്ചോ.
വിവർത്തനം ദിവ്യപൂജ്യ ശ്രീമതി ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദിക്ക് ജയ ജയ ശീല പ്രഭുപാദ് ജയ ശീല ഗുരുനാഥ്. ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. ഹരേ കൃഷ്ണ. Haribol. A true yogi observes me in all beings and also sees every being in me. Indeed, the self-realized person sees me, the same Supreme Lord, everywhere. ഒരു ശരിക്കുള്ള ഒരു വൈരാഗി യോഗി ആണ്. എന്നെ എല്ലാവരിലും കാണുന്നു. അത് മാത്രമല്ല എന്നെ സുപ്രീം ലോർഡായിട്ട് എല്ലാ സ്ഥലത്തും കാണും. ഇതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം അല്ലേ? ഇപ്പൊ എൻ്റെ പോക്കറ്റിൽ 10 രൂപ ഉണ്ട്. ഈ 10 രൂപയിൽ എൻ്റെ പോക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എൻ്റെ പോക്കറ്റിൽ 10 രൂപയുണ്ട്. 10 രൂപയിൽ എൻ്റെ പോക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു തരുമോ? 10 രൂപയിൽ എന്റെ പോക്കറ്റോ പ്രഭുജി? ആ, എൻ്റെ പോക്കറ്റിൽ 10 രൂപയുണ്ട്. 10 രൂപയിൽ എൻ്റെ പോക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കില്ലേ? അതൊന്ന് ചിന്തിക്കും ഇല്ലേ? അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? എ ട്രൂ യോഗി ഒബ്സർവ് മീൻ ഓൾ. എല്ലാവരിലും എന്നെ കാണുന്നു. എല്ലാവരിലും എന്നെ കാണുന്നു. അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു യോഗി എന്നെ എല്ലാ സ്ഥലത്തും കാണുന്നു. എവരിവെയർ. ഏകദേശം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് ഒരു ക്രൂഡ് എക്സാമ്പിൾ ആയിട്ട് കാണുന്നു. എല്ലാവരിലും എന്നെ കാണുന്നു. എല്ലാ പിന്നെ പറയുന്ന പേഴ്സൺ സീസ് മീ, എന്നെ എല്ലാ സ്ഥലത്തും കാണുന്നു. ഒരു ശ്ലോകം ഉണ്ടല്ലോ, പണ്ഡിത സമദർശിന എന്ന് പറഞ്ഞിട്ട്, അത് തന്നെയാണോ അത്? അല്ലല്ല, ഒബ്സർവ്സ് മീ ഇൻ ഓൾ ബീയിങ്സ്. നമ്മളുടെ ഉള്ളിൽ എല്ലാവരിലും ഭഗവാൻ പരമാത്മാവുണ്ട് അല്ലേ? ആൻഡ് ആൾസോ സീസ് മീ ഇൻ എവറി ബീയിങ് ഇൻ മീ. എല്ലാവരും ഭഗവാനിലും ഉണ്ട്. ഭഗവാൻ എല്ലാവരിലും ഉണ്ട്, എല്ലാവരും ഭഗവാനിലും ഉണ്ട്. അതായത് ഈ പോക്കറ്റിന്റെ എക്സാമ്പിൾ, പൈസയുടെ എക്സാമ്പിൾ തന്നെ. എല്ലാവരിലും ഭഗവാനുണ്ട്, എല്ലാവരും ഭഗവാനിലും ഉണ്ട്. അത് പ്രഭു ഹരേ കൃഷ്ണ, നമ്മുടെ വിരാട് ഇത് കൊടുത്തില്ലേ ഭഗവാൻ, അതിലെല്ലാതും ഭഗവാനിലുണ്ട്. ഭഗവാൻ എല്ലാവരിലും ഉണ്ടല്ലോ പരമാത്മ രൂപത്തിലെ. അതുമാണ് വിരാട് രൂപത്തിന്റെ പറയാം, മഹാവിഷ്ണുവിന്റെ പറയാം, ഗർഭവസായ വിഷ്ണുവിന്റെ പറയാം, ഒക്കെ പറയാം. കാണിച്ചാൽ നമ്മൾ അവിടെ നിന്നല്ലേ വരുന്നത്. നമ്മളെല്ലാം ഭഗവാനിലുണ്ട്. ഭഗവാൻ വിഷ്ണു എന്നാ വരുന്നത്. ഭഗവാൻ വിഷ്ണുവിന്റെ എക്സലേഷൻ, അതായത് ശ്വാസം വിടുന്ന സമയത്ത് എല്ലാ യൂണിവേഴ്സും വരുന്നു. അതിലേക്ക് എല്ലാ ജീവജാലങ്ങളെയും ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നു ഭഗവാൻ. എന്നിട്ട് ആ ഭഗവാൻ പരമാത്മാവായിട്ട്, സൂപ്പർ സോളായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ പിന്നെ കൂടിക്കൊള്ളുന്നു അല്ലേ? അപ്പൊ ആ ഗർഭവസായ വിഷ്ണു അല്ലെങ്കിൽ ക്ഷീരവസായ വിഷ്ണു എക്സ്പാൻഡ് ചെയ്യുന്നു, അവതരിക്കുന്നു പാർഷ്യലായിട്ട്. ആരായിട്ട്? വളരെ ചെറിയ ഒരു സൂപ്പർ സോളായിട്ട് അവതരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. ഭഗവാൻ എന്ന് വരുന്നു, ആ ഭഗവാൻ നമ്മളിലേക്കും വരുന്നു. ഭഗവാൻ പാർഷ്യൽ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള പരമാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിലും വരുന്നു. നമ്മളെല്ലാം എളുപ്പമുള്ളത് മനസ്സിലാക്കാൻ ആ ഒരു ഉദാഹരണമാണ്. വേറെ വല്ലതും ഉണ്ടോ പ്രഭു? അതന്നെ ഇപ്പൊ ഈ പ്രഭു പറഞ്ഞ ഉദാഹരണം എനിക്ക് ഉൾക്കൊണ്ട് ശരിയായില്ല. പോക്കറ്റിൽ പണമുണ്ട്, അതായത് അത് നോക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഭഗവാൻ നമ്മൾ ഉത്ഭവിക്കുന്നു. ഓക്കെ, ഈ നമ്മളെല്ലാം ഈ ഭഗവാൻ നമ്മളുടെ ഉള്ളിലും പരമാത്മാവിന്റെ രൂപത്തില്. അപ്പൊ ഞാൻ എന്താ ഉദാഹരണം പറയാന്ന് വെച്ചാൽ, എൻ്റെ പോക്കറ്റിൽ 10 രൂപയുണ്ട്. ഈ 10 രൂപ പോക്കറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. പക്ഷെ ഇത് ശരിയാണ്. ഭഗവാനിൽ നിന്ന് എല്ലാവരും ഉത്ഭവിക്കുന്നു. ആ ഭഗവാൻ പിന്നെ എല്ലാവരിലും കുടികൊള്ളുന്നു പരമാത്മാ രൂപത്തില്. അത് ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഉദാഹരണം തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. അതുപോലെ ആയിരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കിയ, തെറ്റായിട്ട് മനസ്സിലാക്കിയ. മനസ്സിലായോ? എനിക്കിപ്പോ മനസ്സിലായി, ഒന്നും മനസ്സിലായില്ല എന്ന്.
പ്രഭുജിക്കലനി ഭഗവാനിൽ നമ്മളും ഉണ്ട്. ആ ആളുകളിലും, അതായത് സാധാരണ ജീവസത്തകളിലും ഭഗവാൻ ഉണ്ട്. നമ്മള് ഭഗവാനിൽ നിന്ന് വരുന്നു, നമ്മള് ഭഗവാനിൽ ആ. നിന്ന് വരുന്നു. ആ ഭഗവാൻ നമ്മളിലും പരമാത്മാവിന്റെ രൂപത്തിലുണ്ട്. ഇത്രയും വലിയ ഭഗവാൻ എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുക? അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സൂപ്പർ സോൾ ആയിട്ട് ഇരിക്കുന്നു. അതേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പൊ അതാണ് ഒരു ട്രൂ യോഗി. ശരിക്കുള്ള ഒരു യോഗി വര്യൻ അത് മനസ്സിലാക്കും. എല്ലാവരെയും എന്നിൽ കാണും. അത് മാത്രമല്ല എല്ലാവരും എന്നിലും കാണും. Indeed, the self-realized person sees me, same Supreme Lord everywhere. A Krishna conscious yogi is a perfect seer because he sees Krishna, the Supreme, situated in everyone's heart as Super Soul, Paramatma, Ishvara, Sarva Bhudanam, Hridesya Arjuna Tishtati. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഈശ്വര സർവഭൂതാനം, എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനുണ്ട്. എങ്ങനെ? ഹൃദയശേ അർജുന തിഷ്ഠതി, ഹൃദയത്തിൽ അർജുന എല്ലാവരും ഹൃദയത്തിൽ ഞാൻ പരമാത്മാവിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. The Lord in his Paramatma feature is situated within both the heart of the dog and that of a Brahmana. ബ്രാഹ്മണന്റെ ശരീരത്തിലും ഒരു നായയുടെ ശരീരത്തിലും ഭഗവാൻ കുടികൊള്ളുന്നു. The perfect yogi knows that the Lord is eternally transcendental and is not materially affected by presence in either a dog or a Brahmana. നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, നമ്മളുടെ ശരീരത്തിൽ ഹൃദയഭാഗത്ത് ഭഗവാൻ കുടികൊള്ളുമ്പോൾ നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിയായി മാറുന്നു ഭഗവാൻ എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഈവൻ ഒരു ഭൗതിക സ്ഥലത്ത്, ഭൗതിക ശരീരത്തിൽ ഭഗവാൻ കുടികൊണ്ടാലും ശരി, ഭഗവാൻ ആ ഭൗതിക അവസ്ഥ എഫക്ട് ചെയ്യുന്നില്ല. നോട്ട് മെറ്റീരിയലി എഫക്റ്റഡ് ബൈ ഹിസ് പ്രസൻസ് in either a dog or a Brahmana. That is the supreme neutrality of the Lord. Neutral ആണ്. The individual soul is also situated in the individual heart, but he is not present in all heart. ഇപ്പൊ രണ്ടാണ് ഇൻഡിവിജ്വൽ സോളും സൂപ്പർ സോളും തമ്മിൽ വ്യത്യാസം. ജീവാത്മയും പരമാത്മയും. ജീവാത്മ ആ ലോക്കലൈസ്ഡ് ആണ്, ആ ലോക്കൽ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ, എല്ലാ ശരീരത്തിലും ഇല്ല. പരമാത്മ എല്ലാ ശരീരത്തിലും കൂടിക്കൊള്ളുന്നു. കാരണം അത് ഭഗവാന്റെ എക്സ്പാൻഷൻ ആണ്. ഹരേ കൃഷ്ണ, ഹരിബോൾ. എന്തോ ഇവിടെ ഒന്നും പറ്റിയത്, ഞാൻ വിചാരിച്ചു കേൾക്കണ്ടേ വിചാരിച്ചു. ഒരു മിനിറ്റ് കേട്ടോ. വീണ്ടും ഷെയർ ചെയ്യട്ടെ. ഓക്കെ. That is the distinction between the individual soul and the super soul. One who is not factually in the practice of yoga cannot see so clearly. ഇത് സാധാരണ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എങ്ങനെയാണ്, അതായത് ജ്ഞാനികളുടെ വിചാരം സോൾ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നാണ്. അത് പരമാത്മാവ്. ആ പരമാത്മാവ് ഇപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിരിക്കുകയാണ് ഈ ഭൗതിക ലോകത്ത് വന്ന്. അതിന് ലിബറേഷൻ കിട്ടുമ്പോൾ ശരിക്കുള്ള പരമാത്മാവായിട്ട്, ഭഗവാനായിട്ട്, അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ അവരിലേക്കും. ഈ പരമാത്മാവ് ബ്രഹ്മജ്യോതിയുടെ ഒരു പ്രൊഡക്റ്റാണ് എന്നാണ് അവരുടെ വിചാരം. അപ്പോൾ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ അത് കണ്ടീഷൻ സ്റ്റേജിലാണ്. പക്ഷെ അങ്ങനെയല്ല, രണ്ടാത്മാവുണ്ട്, ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. ജീവാത്മാവാണ് കണ്ടീഷൻ സ്റ്റേറ്റിലേക്ക് വരുന്നത്, പരമാത്മാവ് വരില്ല. So Krishna conscious person can see Krishna in the heart of both the believer and the non-believer. In the Smriti, this is confirmed as follows. Adatatvacha matritvacha atmahi paramo hari. The Lord, being the source of all beings, is like the mother and the maintainer. As the mother is neutral to all different kinds of children, Supreme Father or Mother is also consequently Super Soul is always in every living being. അപ്പൊ ഇവിടെ ഉദാഹരണം പറയുന്നത്, സ്മൃതിയിൽ ഒരു ഉദാഹരണം പറയുന്നത് എന്താണ്? ഭഗവാൻ
അമ്മയെ പോലെയാണ്, അല്ലെങ്കിൽ പരിപാലിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. അമ്മ തൻ്റെ എല്ലാ മക്കൾക്കും ന്യൂട്രലാണ്, എല്ലാ മക്കൾക്കും ഒരേപോലെ പരിപാലനം നടത്തുന്നു അല്ലേ. അവിടെ സ്പെഷ്യാലിറ്റി എപ്പോഴാണ് കാണിക്കുക? അമ്മ ന്യൂട്രലാണ് ഡീലിങ്സിൽ, എല്ലാവരോടും ഒരേപോലെ ഡീലിംഗ് ചെയ്യും. എപ്പോഴാണ് സ്പെഷ്യാലിറ്റി കാണിക്കുക? കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ പറഞ്ഞത് കേൾക്കുന്ന ആൾക്കാർ അനുസരിക്കുമ്പോൾ അല്ലേ, അവരോട് അമ്മയ്ക്ക് കുറച്ചും കൂടി പ്രീതി തോന്നും, അല്ലെങ്കിൽ അച്ഛനായാലും ശരി ആരായാലും ശരി. അനുസരണശീലമുള്ള കുട്ടികളാണെങ്കിൽ അവരോട് പ്രത്യേകിച്ച് ഉണ്ടാവും. പറഞ്ഞാൽ കേൾക്കാതെ തർക്കുത്തരം പറയുന്ന അവരോട് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുമെങ്കിലും കൂടിയിട്ട് അവരെ കുറച്ച് ശാസിക്കും, നല്ലവരാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. അതാണ് പറയുന്നത് ആസ് എ മദർ ഈസ് ന്യൂട്രൽ. ന്യൂട്രൽ പറഞ്ഞാൽ ഈക്വാനിമിറ്റി. To all kinds of children, the Supreme Father or Mother is also outwardly also, every living being is situated in the energy of Lord, as will be explained in the 7 chapters. Every living being, അതാണ് എല്ലാവരും എന്നേലുണ്ടെന്ന് പറയുന്നത്. Every living being situated in the energy. ഭഗവാന്റെ ഏത് ശക്തിയിലാണ്? എനർജി, ബഹിരാംഗ ശക്തിയിൽ അല്ലേ. നമ്മളെ ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് 7th ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യും അടുത്ത ഇതിൽ. The Lord has primarily 2 energies, the spiritual or superior and the material or inferior. നമ്മൾ മെറ്റീരിയൽ എനർജിയിലാണ്, inferior energy. The living energy, although part of the superior energy, is conditioned by the inferior energy. Living energy is also always in the Lord's energy. Every living energy is situated in him in one way. അപ്പൊ നമ്മളിത് വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. നമ്മൾ വായിച്ചു പോയാൽ പോരാ. 2 എനർജി ഉണ്ട്, സ്പിരിച്വൽ എനർജി, മെറ്റീരിയൽ എനർജി. ലിവിങ് എനർജി മെറ്റീരിയൽ എനർജിയിലാണ്, പക്ഷെ ലിവിങ് എനർജി മെറ്റീരിയൽ എനർജി അല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ലിവിങ് എനർജി സുപ്പീരിയർ എനർജിയുടെ പാർട്ടാണ്, ചിത് ശക്തിയുടെ പാർട്ടാണ്. പക്ഷെ നമ്മുടെ ഈ ലിവിങ് എൻറ്റിറ്റി പറഞ്ഞ ജീവാത്മാവാണോ? അതെ, ജീവാത്മാവ്. ശരീരമല്ല ഇവിടെ പറയുന്നത്, ജീവാത്മാവ്. അപ്പൊ നമ്മള് ആക്ച്വലി പാർട്ട് ഓഫ് സ്പിരിച്വൽ എനർജിയാണ്. പക്ഷെ നമ്മൾ കണ്ടീഷൻ ആയിരിക്കുകയാണ്, ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഭൗതിക ശക്തിയിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്, ഞാൻ ഭൗതികമാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ടെമ്പററി ആണ്, ഈ ശരീരം കഴിഞ്ഞാൽ എല്ലാം നശിച്ചു, ശരീരമാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ കണ്ടീഷൻ സ്റ്റേറ്റിലാണ് വരിക. ഭൗതിക തലത്തിൽ നമ്മൾ ബന്ധിക്കപ്പെടുമ്പോഴാണ് ഈ ഒരു ചിന്ത വരിക. പക്ഷെ നേരെ മറിച്ച് ജീവാത്മാവ്, സോള് സുപ്പീരിയർ എനർജിയാണ്. അത് ആത്മീയമാണ്, അത് ഭൗതികമല്ല എന്ന് മനസ്സിലാക്കണം. ഭൗതികമായത് നമ്മുടെ ശരീരം മാത്രമേ ഉള്ളൂ. ശരീരം, മനസ്സ്, അഹങ്കാരം, ബുദ്ധി, ഇതെല്ലാം ഭൗതികമാണ്. ആത്മാവ് ഭൗതികത്തിന്റെ ഭാഗമല്ല. ആത്മാവ് ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ സച്ചിദാനന്ദമാണ്, നമ്മളും സച്ചിദാനന്ദമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് മമൈ വാംശോ ജീവലോകെ ജീവഭൂത സനാതന. മമൈ വാംശോ, എൻ്റെ അംശങ്ങളാണ് ഈ മർത്യലോകത്തിലെ ജീവാത്മാക്കളുടെ ജീവഭൂത. അവരെന്താണ്? സനാതനമാണ്. അപ്പോൾ നമ്മൾ സനാതനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നശിക്കാത്തതാണ്. പക്ഷെ എന്താണ് നശിക്കുന്നത്? ശരീരം നശിക്കുന്നു അല്ലേ. നമ്മളുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ നശിക്കും ഒരു കാലത്ത്. അത് നശിച്ച് നമ്മൾ സ്പിരിച്വലൈസ് ആവുമ്പോഴാണ് നമ്മൾ ആധ്യാത്മിക ലോകത്തിൽ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്വർണ്ണക്കട്ടിയുണ്ട് 24 കാരറ്റ്. അതൊരു ചളിക്കുണ്ടിലാണ്, ചളി കൊണ്ട് ആവരണപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് കാണുന്നില്ലേ സ്വർണ്ണക്കട്ടി അല്ലേ? അപ്പോൾ അത് ആ ചളി കൊണ്ട് ആവരണപ്പെട്ടത് കൊണ്ട് നമ്മൾ പറയുക അത് ചളിയാണ്, സ്വർണ്ണമല്ല എന്ന് പറയാൻ പറ്റും? അല്ല. അതിൻ്റെ ആവരണം കഴുകിക്കളഞ്ഞാൽ, അതിൻ്റെ ആവരണം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തനി നിറം, അതിൻ്റെ തങ്കം, അതിൻ്റെ എഫൾജൻസ്, ശോഭ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മളുടെ ഈ ദേഹം എന്ന് പറയുന്ന ശരിക്കുള്ള ആ സ്വർണ്ണക്കട്ടിയുടെ 24 കാരറ്റ് സ്വർണ്ണക്കട്ടിയുടെ മീതെ നമ്മൾ ധരിച്ചിരിക്കുകയാണ് ഒരു ചളിയാണത്.
ജഡമാണ്. ഇത് ശരിക്കും നീക്കിക്കഴിഞ്ഞാൽ ആത്മാവ് പ്യുവറാണ്. 24 കാരറ്റ് തങ്കം പോലെയാണ് ആത്മാവ്. Okay. So the yogi sees equally because he sees that all living entities, although in different situations, according to the results of fruitive work, in all circumstances remain servants of God. അപ്പോൾ യോഗി വര്യന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലാണെങ്കിലും കൂടിയിട്ട് അവരെല്ലാം ഭഗവാന്റെ സേവകന്മാരാണ് എന്ന് അവർക്ക് മനസ്സിലാവും. While in the material energy, living entities serve the material senses, and while in the spiritual energy, serve the Supreme Lord directly. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഭൗതിക പ്രകൃതിയുടെ കീഴിലാവുമ്പോൾ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കുന്നു. ആധ്യാത്മിക പ്രകൃതിയുടെ കീഴിലാവുമ്പോൾ നമ്മൾ നമ്മളുടെ മാസ്റ്ററായിട്ടുള്ള ഭഗവാനെ സേവിക്കുന്നു. സേവനം അനിവാര്യമാണ്. സേവനമില്ലാണ്ട് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, അല്ലേ? എ സെർവ്സ് ബി, ബി സെർവ്സ് സി, അങ്ങനെ മാറിക്കൊണ്ടിരുന്നു. സിറ്റിസൺ സെർവ്സ് ഗവൺമെന്റ്, അല്ലേ? പൗരന്മാർ ഗവൺമെന്റിനെ സേവിക്കും, ഭാര്യ ഭർത്താവിനെ സേവിക്കും, ഭർത്താവ് ഭാര്യയെ സേവിക്കും, അച്ഛനമ്മയും മക്കളെ സേവിക്കും. ഇതിങ്ങനെ സേവനം എല്ലാവർക്കും ഉണ്ട്, സേവനമില്ലാണ്ട്. പക്ഷെ ശരിക്കും സേവിക്കേണ്ട ആരെയാണ്? ഭഗവാനെ. അപ്പൊ നമ്മളുടെ ഇപ്പോൾ തൽക്കാലം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരീരമായിട്ടുള്ള ആ ബന്ധുക്കളെ നമ്മൾ സേവിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇന്ദ്രിയ സുഖം കൊടുക്കാൻ വേണ്ടിയിട്ട്. അച്ഛനമ്മയും മക്കളായിട്ടും ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും പരസ്പരം, ബന്ധുക്കൾ പരസ്പരം, സഹോദരങ്ങളും സഹോദരികളും പരസ്പരം, സുഹൃത്ത് ബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സേവിക്കുന്നു. എന്നാൽ ഭൗതിക തലത്തിലുള്ള ആസ്വാദനം കിട്ടും. ശരിക്കുള്ള ആസ്വാദനം, പെർമനന്റ് ആയിട്ടുള്ള ആസ്വാദനം എന്താണ്? പെർമനന്റ് ആയിട്ടുള്ള ആസ്വാദനമാണ് ഭഗവാൻ തമ്മിലുള്ള കണക്ഷൻ അവർ സ്ഥാപിക്കുന്നത്. രണ്ട് തരത്തിലുള്ള പാത്താണ്, ശ്രേയസ് ആൻഡ് പ്രേയസ്. നിയത കർമ്മം എന്ന് പറയുന്നതല്ലേ? നിയത കർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടുള്ള അവരോടുള്ള സേവനാണോ? ഒക്യുപ്പേഷണൽ ഡ്യൂട്ടി എന്നായിരിക്കും പറയുന്നത്, അല്ലേ? നിയത കർമ്മം എന്ന് പറഞ്ഞാൽ ഒക്യുപ്പേഷണൽ ഡ്യൂട്ടി ആയിരിക്കും. അത് നമ്മളുടെ തമ്മിൽ എന്താ വ്യത്യാസം? എന്താ നിയതം സാമാന്യം? സാമാന്യ കർമ്മം എന്ന് പറഞ്ഞാൽ, അപ്പൊ നിയത കർമ്മം പറഞ്ഞാൽ ഒക്യുപ്പേഷൻ ഡ്യൂട്ടി ഇല്ല. ഒക്യുപ്പേഷൻ ഡ്യൂട്ടി സാമാന്യ, അതായത് പതി പത്നി തമ്മിലുള്ള ഒരു ധർമ്മമുണ്ട്, മക്കളും അച്ഛനും അമ്മയും തമ്മിലുള്ള ധർമ്മമുണ്ട്, രാജാവിന്റെ ഒരു ധർമ്മമുണ്ട്, പതിധർമ്മം, പത്നിധർമ്മം, രാജധർമ്മം, പ്രജാധർമ്മം, ഇതൊക്കെ സാമാന്യ ധർമ്മം. നിയത എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്റെ വേർഡ് മീനിങ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കൃഷ്ണ പ്രഭുവിന് മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് നമ്മള് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത കർമ്മം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് സനാതനമായിട്ടുള്ള ധർമ്മം, എപ്പോഴും എറ്റേണൽ ആയിട്ടുള്ള ധർമ്മം. അത് ജീവേര സ്വരൂപമായ കൃഷ്ണേര നിത്യദാസ്. അത് നമ്മുടെ എന്താണ് നിയതം എന്നുള്ള എക്സാക്ട്ലി ഇത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. നിയത കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സനാതനം, സാമാന്യം, നിയതുണ്ട്, ഇങ്ങനെ വരാറുണ്ട്. അത് സനാതന ധർമ്മം. സാമാന്യ ധർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോ ഡ്യൂട്ടീസ് ഇല്ലേ, അച്ഛനോട്, അമ്മോട്, ഭർത്താവിനോട്, അങ്ങനെയുള്ളതാണ് സാമാന്യ ധർമ്മങ്ങള്. 3.8 നോക്കൂ. ഒരു മിനിറ്റ് 3.8 ഒരു മിനിറ്റ് മാതി, ഞാൻ പറഞ്ഞുതരാം. നിദ്ര, ഭയമൈഥുനം എന്നർത്ഥ ഒറ്റ മിനിറ്റ്. 3.8 ഇവിടെ ഉണ്ട് മാതാജി, ഇവിടെ ഉണ്ട്. Perform your prescribed duty. For doing so is better than not working. One cannot even maintain one's physical body without work. There are many pseudo meditators. ഞാൻ പറഞ്ഞുതരാം. അതിന്റെ 3.8 വായിക്കും മലയാളത്തില്. അപ്പൊ പറയാം. വിധിക്കപ്പെട്ട കർമ്മങ്ങളിൽ ആ ശുദ്ധീകരണ പ്രക്രിയ നടത്താതെ ആരും സ്വന്തം പ്രവൃത്തികൾ ഉപേക്ഷിച്ചും അന്യരുടെ ഉദാരത്തിൽ ജീവിച്ചും
അതീന്ദ്രിയ ജ്ഞാനി എന്ന് പേരെടുക്കാൻ തുടങ്ങിക്കൂടാ. ഏതിലത്തേനോ മാതാജി, ഇതിലത്തേണോ ഈ ശ്ലോകത്തിലത്തേണോ? കർമ്മങ്ങൾ 8 3 അങ്ങനെയുള്ള വിഹിത 3:8 പിന്നെ വിഹിത കർമ്മങ്ങൾ. വിഹിത കർമ്മങ്ങൾ ഏതാ? സാമാന്യ കർമ്മം. ക്ഷത്രിയർക്ക് പ്രിസ്ക്രൈബ് ഡ്യൂട്ടി പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മം. അതാണ് നമ്മൾ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി. നമ്മൾ ഏത് വർണ്ണത്തിലാണോ ഏത് ആശ്രമത്തിലാണോ അതിൻ്റെ ധർമ്മം പാലിക്കുക. ഗൃഹസ്ഥാശ്രമം, സന്യാസാശ്രമം, വാനപ്രസ്ഥാശ്രമം, ബ്രഹ്മചര്യാശ്രമം, ഇല്ല ഏത് ആശ്രമത്തിലാണ് ഏത് വർണ്ണത്തിലാണ് ആ ധർമ്മം ചെയ്യുന്നതാണ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടി. അപ്പൊ ഇനി നിയതം അതാണ്. അപ്പൊ നിയതം എന്ന് പറഞ്ഞാൽ മാതാജി നിയത കർമ്മം എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി, വർണ്ണാശ്രമ ധർമ്മം അതാണ്. പക്ഷെ അതിലും ഉയരണം നമ്മൾ. അതാണ് നിയതം. നിയതം പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി പറഞ്ഞാൽ വർണ്ണത്തിന്റെയും ആശ്രമത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ധർമ്മം. ക്ഷത്രിയൻ എന്താണ് ധർമ്മം? ബ്രാഹ്മണൻ എന്താ ധർമ്മം? വൈശ്യര്, ശൂദ്രര്, അതേപോലെ ബ്രഹ്മചരി, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യ, ഇവർക്കൊക്കെ ഓരോ ധർമ്മമുണ്ട് വർണ്ണാശ്രമത്തിന്. അത് ചെയ്യാനാണ് പറയുന്നത്. അതാണ് നിയതകർമ്മം. സാമാന്യധർമ്മം എന്ന് പറഞ്ഞാല് സാമാന്യധർമ്മം ഏകദേശം, അതായത് ഇപ്പൊ ഒരു പതിക്ക് പത്നിയോടുള്ള ധർമ്മം, പത്നിക്ക് പതിയോട് ധർമ്മം, ഒരു പൗരന് ഗവൺമെന്റിനുള്ള ധർമ്മം. അതായത് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലെ വ്യതിചലിച്ച് നമുക്ക് പോയിക്കൂടാ. ഇപ്പൊ ട്രാഫിക് സിഗ്നലുണ്ട്, അവിടെ റെഡ് വരുമ്പോൾ നമ്മൾ നിർത്തണം. അത് നമ്മുടെ ധർമ്മമാണ്. കാരണം ഈ രാജ്യം നന്നായി ഭരിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ധർമ്മമാണ്. സാമാന്യ ധർമ്മങ്ങൾ. ഒരാള് ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണു, ഒരു പെണ്ണ് വീണു, അത് എടുത്തു തന്നാൽ താങ്ക് യു പറയുന്നത് എന്തോ സാമാന്യധർമ്മം. ഒരു കോമൺ സെൻസ് വെച്ചിട്ട് താങ്ക് യു പറയുന്നത് സാമാന്യധർമ്മം അല്ലേ. ഒരാളെ സഹായിക്കേണ്ടത് ബുദ്ധിമുട്ട സമയത്ത്, അപകട സമയത്ത്, അതൊരു സാമാന്യധർമ്മം. അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെ അതാണ് സാമാന്യധർമ്മം. പിന്നെ പൗരന്റെ ധർമ്മം ഗവൺമെന്റിനോട്, രാജാവിന്റെ ധർമ്മം പ്രജകളോട്, ഭാര്യയുടെ ധർമ്മം ഭർത്താവിനോട്, ഭർത്താവിന്റെ ധർമ്മം ഭാര്യയോട്, അച്ഛൻ്റെയും അമ്മയുടെയും ധർമ്മം മക്കളോട്, മക്കളുടെ ധർമ്മം. ഇതൊക്കെ സാമാന്യധർമ്മം. ഇതൊക്കെ ഒരാളും പഠിപ്പിച്ചു തരാണ്ട് തന്നെ നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത് കേട്ടിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും ചെയ്യേണ്ട കർമ്മങ്ങളാണ്. അപ്പൊ ഭഗവാൻ പറയുന്നത് ഇതിൽ നിന്ന് ആരും ഒഴിയരുതെന്നല്ലേ പറയുന്നത്? ഒഴിയരുത്, ഒരിക്കലും ഒഴിയാൻ പാടില്ല. വർണ്ണാശ്രമ ധർമ്മം, അതായത് നിയതകർമ്മം, സാമാന്യധർമ്മം ഒക്കെ ചെയ്യണം. പക്ഷെ അതിലും ഉപരിയാണ് പരോധർമ്മം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് ആ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യും. ഇതിനെ നമ്മൾ ലംഘിക്കില്ല. ഇത് ലംഘിക്കപ്പോഴാണ് അതറിയാത്തതുകൊണ്ട്. പരോധർമ്മം അറിയാത്തതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ലംഘിക്കുന്നത്. പരോധർമ്മം അറിഞ്ഞപ്പോൾ ഞാൻ ഐ ലവ് കൃഷ്ണ, ഞാൻ പറയുന്നത് ഞാൻ കൃഷ്ണനെ അപാരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാന്റെ ഏത് ലീലകളും ഞാൻ കേൾക്കും. ഭഗവാന്റെ എവിടെ എന്താ പറയുക പ്രവചനം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ എത്തും. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരെ എനിക്കിഷ്ടമല്ല. ശരിയാവോ അത്? അപ്പൊ അതായത് ഭഗവാനെ ഇഷ്ടമല്ല എന്നർത്ഥം ചുരുക്കത്തിൽ. ഭഗവാനെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റേതായിട്ടുള്ള എല്ലാറ്റിനെയും ഇഷ്ടപ്പെടണം. അവിടെ നമ്മൾ സെലക്റ്റീവാണ്. ഭഗവാനെ ഇഷ്ടമാണ്, ഭഗവാന്റെ നല്ല നല്ല കാര്യങ്ങളൊക്കെ, ഭഗവാൻ തരുന്ന സമ്പത്ത് ഇഷ്ടമാണ്, ഭഗവാൻ തരുന്ന പേരും പ്രശസ്തി ഇഷ്ടമാണ്, ഭഗവാൻ തരുന്ന ധനം ഇഷ്ടമാണ്, വീട് ഇഷ്ടമാണ്, ജോലി ഇഷ്ടമാണ്. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരെ, പാവങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കേ, അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കേ, അല്ലെങ്കിൽ അവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ, അതിനൊന്നും പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഭഗവാനോട് ഇഷ്ടമില്ല. അത് വെറും വായിൽ നിന്ന് വരുന്ന നാവിൽ നിന്ന് വരുന്ന വാക്ക് മാത്രം. ഭഗവാനെ ഇഷ്ടം പറഞ്ഞാൽ ഭഗവാന്റെ എല്ലാറ്റിനോടും നമുക്ക് ഇഷ്ടമാണ്. ഈവൻ നമ്മളുടെ ശത്രുക്കളോട് നമ്മൾ സ്നേഹിക്കണം. കാരണം ശത്രു ആയത് അവർ പ്രത്യേക ഒരു സാഹചര്യത്തില്, അവരുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് നമ്മളെ അവരെ തടയാൻ പാടില്ല. അങ്ങനെ തടയാതിരിക്കണമെങ്കിൽ നമ്മൾ ആ സ്റ്റേജിലേക്ക് വളരണം, ഉത്തമ ഭക്തനായിരിക്കണം. അതാണ് ഭഗവത്ഗീതയിൽ മംഗളമാതാജി പറഞ്ഞ പോലെ വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി അസിനി സുനി ചൈവ സ്വപാകേച്ച പണ്ഡിത സമദർശിനി. അപ്പൊ ആ സ്റ്റേജിലേക്ക് വന്നാൽ നമുക്ക് ഭഗവാനും മാത്രമല്ല, ഭഗവാന്റെ പാരഫനാലിയ, തതിയ, ഭഗവാന്റെ ബന്ധുക്കളെ, ഭഗവാന്റേതായിട്ടുള്ള എല്ലാറ്റിനെയും, ഭഗവാന്റെ അല്ലാണ്ട് ഒന്നുമില്ല,
നമ്മൾ വൃക്ഷങ്ങളെയും സസ്യലതാദികളെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കും. അവരെ എക്സ്പ്ലോയിറ്റില്ല, ചൂഷണം ചെയ്യില്ല. നമ്മളെന്താണ്, നമ്മൾ ഭഗവാന്റെ ചില കാര്യങ്ങൾ മാത്രം എടുക്കും. നമ്മളുടെ പ്രീതിക്കുള്ളത് മറ്റുള്ളവരെ തഴയും, മറ്റുള്ളവരെ ഉപദ്രവിക്കും. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും ഭഗവാനെ സ്നേഹിക്കില്ല എന്നർത്ഥം. അപ്പൊ ആ പരോധർമ്മത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാമാന്യധർമ്മവും നിയതധർമ്മവും നമ്മൾ പാലിക്കും. ക്ലിയർ ആയോ? അത് പ്രഭു ഈ അഭക്തന്മാരുമായിട്ട് സംഘം പാടില്ല എന്നും പറയുന്നുണ്ടല്ലോ പ്രഭു. അത് തീർച്ചയായിട്ടും നമുക്ക് പാടില്ല. നമ്മൾ കനിഷ്ഠ സ്റ്റേജിലാണ്. അഭക്തന്മാരായിട്ട് നമ്മൾ അവരെ ഇത് ചെയ്യുക, അവരെ സഹതപിക്കുക, അവരെ പറ്റി ഓർത്തിട്ട് സഹതപിക്കുക. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ദൂരെ നിൽക്കുക. കാരണം അവരുടെ അസോസിയേഷൻ എടുക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വായിച്ചില്ലേ, പ്രഭുപാദ പറഞ്ഞിട്ടില്ലേ, വെൻ യു സി, അതായത് ഒരു മായാവാദ സന്യാസിയെ കണ്ടാൽ നിങ്ങൾ സാഷ്ടാംഗം നമസ്കരിക്കണം, അവരെ ബഹുമാനിക്കണം. പക്ഷെ അവരായിട്ട് നമ്മൾ സംഘം ചേരാൻ പാടില്ല, പറഞ്ഞില്ലേ പ്രഭാത? അതേപോലെ അഭക്തന്മാരെ കണ്ടാലും നമുക്ക് ഒരു കമ്പേഷൻ ഉണ്ടായിരിക്കണം. പാവം, അവർക്ക് ഭക്തി കിട്ടിയിട്ടില്ലല്ലോ, എങ്ങനെയും അവർക്കും കൂടി ഭക്തി കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒരു ഭഗവത്ഗീത കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അവരെ പറഞ്ഞിട്ട് ഈ ഈശ്വരപ്രസാദത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അവരെയും നമ്മളെപ്പോലെ ഒരു കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ നല്ലതായി. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ദൂരം പാലിക്കുക. കാരണം നമ്മളെ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൂരം പാലിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാവോ? അല്ല, അങ്ങനെ തന്നെയാവുമായിരിക്കും അല്ലെ? ആ ഒരു തത്വം പറഞ്ഞതുകൊണ്ടാവും നമ്മുടെ മാതാമൃതാനന്ദമയി എല്ലാവരും കണ്ടാ കെട്ടിപ്പിടിക്കുന്നത് അല്ലെ? അങ്ങനെ ഒരു ഇതിൽ നോക്കണില്ല ആളാദ്യം. അവർ ആ തലത്തിലേക്ക്, അവരുടെ ചിന്താഗതി ആ തലത്തിലേക്ക് വളർന്നിട്ടല്ല. അവർക്ക് അതായത് ജെൻഡർ ഭേദമില്ല, അതായത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെയാണ് അവർ. ഇപ്പൊ നമ്മൾ വിചാരിക്കണം അതിലേക്ക് വളർന്നു, പക്ഷേ തത്വങ്ങൾ നമുക്ക് അവർ സ്വീകരിക്കാൻ പറ്റില്ല. അതെ, തത്വങ്ങൾ ആ ഒരു ഫിലോസഫി കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന്. അതാ പറയണത്. അങ്ങനത്തെ അവരൊക്കെ ട്രാൻസെൻഡന്റലിസ്റ്റ് ആണ്, പക്ഷെ അവരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. അവരെ നമസ്കരിക്കണം, അവരുടെ ബ്ലെസ്സിങ്സ് മേടിക്കാം, ബട്ട് ഡോണ്ട് അസോസിയേറ്റ് വിത്ത് ദം. നമ്മുടെ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് വേറെ സിദ്ധാന്തമാണ്. സൈദ്ധാന്തികമായിട്ട് നമുക്ക് വ്യത്യാസമുള്ളത് കാരണം നമുക്ക് അതിലും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ നമ്മൾ മാനിക്കണം. അവരെ അങ്ങനത്തെ ഒരു സെയിൻലി പേഴ്സണാലിറ്റിയാണ്. പക്ഷെ നമ്മൾ ഈ വൈഷ്ണവ സിദ്ധാന്തം ഫോളോ ചെയ്ത് പ്രഭുപാദ പറയുന്ന അത് പ്രകാരം നടന്നാൽ മാത്രമേ നമ്മളുടെ പ്യൂരിഫിക്കേറ്ററി പ്രോസസ് നടക്കുള്ളൂ. അപ്പൊ എല്ലാം ഒന്നാണ്, എല്ലാം ശരിയാണ് പറഞ്ഞാൽ നമ്മൾ രണ്ടു കാലം എല്ലാ സ്ഥലത്തും കേട്ട് എവിടെ എത്തില്ല. അപ്പൊ നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം, ഒരു പാത്ത് ഉണ്ടായിരിക്കണം. കുറച്ച് കാലം ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്, ഓക്കെ, ഒരു ഡയറക്ഷനിലേക്കാണ്. കുറച്ച് നേരം നമ്മൾ പോയി ആ ഡയറക്ഷനിൽ, ഇത് സുഖമില്ല, ഞാൻ വേറെ ഡയറക്ഷനിലേക്ക് പോട്ടെ, എന്നിട്ട് ആ ഡയറക്ഷനിലേക്ക് പോയി, പിന്നെ അത് പറഞ്ഞു അത് സുഖമില്ല, വേറെ നമ്മൾ എവിടെയെങ്കിലും എത്തുമോ? എവിടെ എത്തില്ല. നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് ആ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്ര എൻ്റെ ബുദ്ധിമുട്ടുണ്ടായാലും ശരി അതേ പാത്തിൽ നമ്മൾ പോയാലും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുള്ളൂ. പല വഴികളിലും പോയാൽ എവിടെ എത്തില്ല നമ്മൾ. അതാണ് പ്രഭുപാദ് നമ്മളെ ബോണ്ട് ചെയ്യുന്നത്. യു ഷുഡ് റെസ്പെക്ട് എവരിബഡി ബട്ട് ഡു നോട്ട് അസോസിയേറ്റ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരെ, അതായത് ഇനീഷ്യൽ നിയോഫൈറ്റ്സ് ആയിട്ടുള്ള തുടക്കക്കാര്, കനിഷ്ഠാധികാരികളെ. ക്ലിയർ ആയ മാജി? ഹരേ കൃഷ്ണ. മംഗളമാദേവി എന്ന് പറഞ്ഞ നിയതകർമ്മം എന്ന് പറഞ്ഞപ്പോ എന്താ മനസ്സിലാക്കി വെക്കേണ്ടത്? നിയതകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒക്യുപേഷണൽ ഡ്യൂട്ടി അല്ലെങ്കിൽ വർണ്ണാശ്രമധർമ്മം. വർണ്ണാശ്രമധർമ്മമാണ് അല്ലെ? അതായത് അർജുനൻ ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ ധർമ്മം ചെയ്യണം. ബ്രാഹ്മണൻ ധർമ്മം ചെയ്യണം. ബ്രഹ്മചാരി ബ്രഹ്മചാരിയുടെ ധർമ്മം ചെയ്യണം. സന്യാസി സന്യാസിയുടെ ധർമ്മം ചെയ്യണം. ഗൃഹസ്ഥന്റെ ധർമ്മം ചെയ്യണം. ഇതാണ് നിയതകർമ്മം, ഒക്യുപേഷണൽ ഡ്യൂട്ടി. നമ്മൾ ആ ധർമ്മത്തിൽ നിന്ന് വിട്ടിട്ട് എത്ര നന്നായിട്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിലും മറ്റൊരാളുടെ ധർമ്മം ചെയ്യാൻ പാടില്ല. ഇപ്പൊ മറ്റുള്ള ധർമ്മം ഫോളോ ചെയ്യുന്ന അയാളെക്കാട്ടിലും എത്രയോ നന്നായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുമെങ്കിലും കൂടിയിട്ട് അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? അതിനാണ് ഉദാഹരണം പറഞ്ഞത്. ഭഗവാൻ അർജുനൻ പറഞ്ഞു, ഞാൻ ഭിക്ഷ യാചിച്ച് ജീവിക്കാം, ഓക്കെ, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല.
അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, അർജുന, നീ ക്ഷത്രിയനാണ്, നീ ഭിക്ഷ അയച്ചു പോയാലും കൂട്ടിയിട്ട് അവിടെ എന്തെങ്കിലും അനീതി കണ്ടാൽ നീ അപ്പോൾ ഗാണ്ടി കൊടുക്കും. തൻ്റെ ക്ഷത്രിയ സ്പിരിറ്റ്, ആ ക്ഷത്രിയ രക്തം തിളയ്ക്കും. അതുകൊണ്ട് നമുക്ക് സന്യാസി ചെയ്യുന്ന കർമ്മം ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് നല്ല സ്റ്റൈലിൽ യാചിക്കുമായിരിക്കും ആര്? അർജുനൻ. പക്ഷേ എന്തെങ്കിലും അനീതി എവിടെയും കണ്ടാൽ അപ്പോൾ കൊടുക്കും ഗാഠ്യവും. അപ്പൊ പോയില്ലേ, സന്യാസി വരേണ്ടത് പോയില്ലേ? അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ആ ഒരു ധർമ്മം അവരെക്കാട്ടിലും നന്നായി ചെയ്യാൻ പറ്റുമെങ്കിലും കൂടിയിട്ട് അത് ചെയ്യാതിരിക്കുക. പക്ഷെ പ്രഭു, ഇപ്പോഴത്തെ കാലത്ത് മറ്റുള്ളവരുടെ ധർമ്മങ്ങളല്ലേ എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് വർണ്ണാശ്രമ ധർമ്മം ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ദേവി വർണ്ണാശ്രമ ധർമ്മം, ഡിവോഷണൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സെഗ്രിഗേഷൻ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, എല്ലാവരും ശൂദ്രന്മാരാണ്. ഇപ്പോ ബ്രാഹ്മണനില്ല, ക്ഷത്രിയനുമില്ല, വൈശ്യനുമില്ല, എല്ലാം ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണ് സൊസൈറ്റിയിൽ. എല്ലാവരും ശൂദ്രന്മാർ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം ചെയ്തിട്ട് നമ്മൾ ഉയർന്ന് ആ തലത്തിലേക്ക് ഉയർന്ന് നമ്മൾ അതനുസരിച്ചിട്ടുള്ള ധർമ്മം ചെയ്യുക. ഇപ്പൊ ചില ആൾക്കാർക്ക് ടീച്ചിങ് അതായിരിക്കും ഇഷ്ടം, ബ്രാഹ്മണന്റെ ഇത്. ചില ആൾക്കാർക്ക് അഡ്മിനിസ്ട്രേഷൻ, റൂളിങ്, അപ്പൊ അവരത് ചെയ്യുക. പക്ഷെ അത് ഭക്തിയുത സേവനത്തിലൂടെ ചെയ്യുക. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു നല്ലൊരു ഉദാഹരണം പറയാം. ഏകലവ്യൻ, എല്ലാവർക്കും ഏകലവ്യൻ അറിയാലോ അല്ലെ? ഏകലവ്യൻ ആക്ച്വലി ശരിക്കുള്ള ഒരു ആർച്ചറാണ്. നല്ലൊരു ഏറ്റവും ടോപ്പ് മോസ്റ്റ്, സൂപ്പർ മോസ്റ്റ് ആർച്ചറാണ്. ഈവൻ അർജുനെക്കാട്ടിലും ബെറ്റർ ആണ്. ഓക്കെ, ഏകലവ്യൻ ഉണ്ടായിരുന്നെങ്കിൽ അർജുൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം? ക്ഷത്രിയ ക്വാളിറ്റി, ക്ഷത്രിയ ഗുണമില്ല ഏകലവ്യന്, നിഷാദവർഗത്തിലാണ്. അപ്പോൾ ഈ ആർട്ട്, ഈ ആർച്ചറി വിദ്യ തെറ്റായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കാനുള്ള പ്രവണത ആർക്കുണ്ട്? ഏകലവ്യനുണ്ട്. അതുകൊണ്ടാണ് ദ്രോണാചാര്യരെ പഠിപ്പിച്ചു കൊടുക്കാത്തതും. ഈവൻ പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ ആ ഗുരുവിലുള്ള ആ ഒരു ദൃഢ നിശ്ചയം, ആ ഒരു ആസക്തിയും കാരണം അദ്ദേഹം പഠിച്ചെടുത്തു. അത് ഇനി ദുരുപയോഗിക്കാൻ പാടില്ല. അത് കാരണമാണ് നിഷാദവർഗത്തിലുള്ള ഈ ഏകലവ്യൻ ഇത്രയും വലിയ പവർഫുൾ ആർച്ചർ ആയാൽ ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ നേരെ ഓപ്പോസിറ്റ്, വിപരീതമാവും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ തള്ളവിരല് ഗുരു ദക്ഷിണയായിട്ടും ചോദിച്ചത്. അപ്പൊ അതിന്റെ പിന്നാലെ കാരണമുണ്ട്, വെറുതെ അല്ല. ഇല്ലെങ്കിൽ ഏകലവ്യൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ യുദ്ധത്തിന്റെ ആ റിസൾട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ഏകലവ്യൻ ആരെ പിന്തുണയ്ക്കും? ദുര്യോധനെ. ഏകലവ്യനെ കൊല്ലാൻ ആർക്കും പറ്റില്ല, അർജുനും പറ്റില്ല. അപ്പൊ എന്തായി? അപ്പൊ പിന്നെ വീണ്ടും ഭഗവാൻ അവിടെ വന്നിട്ട് എന്തെങ്കിലും അധർമ്മം കാണിച്ചിട്ട് ഏകലവ്യനെ കൊണ്ടുവരും. അപ്പൊ അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ തള്ളവരിൽ ആര്? വ്യാസദേവൻ മുൻകൂട്ടി അദ്ദേഹം കണ്ടു, ഇത് ശരിയല്ല ഈ പോക്ക്. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ തള്ളവരിൽ. അപ്പൊ കാണിച്ച അദ്ദേഹം ക്ഷത്രിയ ഗുണമുള്ള ആളല്ല, അതാണ് കാരണം. ക്ലിയർ ആയോ? ഇപ്പൊ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. നമ്മളത് ആഴത്തിൽ നമ്മൾ പഠിച്ചാലേ അറിയുള്ളൂ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ലാതെ പുറമേ ഉണ്ടോ ഈ ദ്രോണാചാര്യർ എത്ര ക്രൂരനാണ്. നല്ലൊരു വ്യക്തിയുടെ തള്ളവരിൽ മുറിച്ചെടുത്തു അല്ലേ? ഇയാളൊക്കെ എന്ത് ഗുരുവാണ്, ഇയാളാണ് നിങ്ങളുടെ ഗുരു എന്ന് ആൾക്കാർ വളരെ ഈസി ആയിട്ട് പറയും. പക്ഷെ അതിന്റെ പിന്നിലുള്ള ആന്തരികമായിട്ടുള്ള തത്വം മനസ്സിലാക്കുന്നില്ല. അതാണ് കാരണം. ഓക്കെ, എവിടെ എത്തി? ആ മാതാജി, അല്ല ക്ലാസ് കഴിഞ്ഞിട്ട് കർണനും അങ്ങനെയല്ലേ നിഷേധിച്ചത്? എന്താണ്? കർണനെ അങ്ങനെ തന്നെയല്ലേ നിഷേധിച്ചത്? അതെ, കർണനും ആക്ച്വലി സാധാരണ വ്യക്തി ഒന്നല്ല. കർണനെ മറ്റേ പരശുരാമൻ അല്ലേ? അതായത് അദ്ദേഹം നുണ പറഞ്ഞു ബ്രാഹ്മണനാണ് ക്ഷേത്രനായിട്ടും. അപ്പോൾ വേണ്ട സമയത്ത് ഈ അറിവൊന്നും ഉപയോഗപ്പെടാതെ വരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ആ, അപ്പൊ ഇതിന്റെ പിന്നാലെയൊക്കെ നമ്മൾ അന്വേഷിച്ച് പോയാൽ ശരിക്കുള്ള തത്വം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് കാരണമുണ്ട്.
വെറുതെ അങ്ങോട്ട് ശപിക്കല്ല. ഇതൊക്കെ മുൻകൂട്ടി എഴുതി വെച്ച വലിയൊരു സ്ക്രീൻ പ്ലേ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. So in either case, the living entity is the servant of God. The vision of equality is perfect in a person in Krishna. അപ്പോ വിഷൻ ഓഫ് ഈക്വാലിറ്റി, അതായത് ഈക്വൽ ആയിട്ട് ന്യൂട്രൽ ആയിട്ട് എല്ലാവരും ഒരേപോലെ കാണുക. ആർക്കാ പറ്റുള്ളൂ? കൃഷ്ണാവബോധത്തിലുള്ള പക്വത വന്നിട്ടുള്ള ഒരു ഉത്തമാധികാരി അല്ലെങ്കിൽ മിനിമം ഒരു മധ്യമാധികാരിക്ക് പറ്റുള്ളൂ. ആക്ച്വലി ഉത്തമാധികാരിയാണ് ഇവിടെ പറയുന്നത്. അതാണ് വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി സുനി ചൈവസ്വ പാകേജ പണ്ഡിത സമദർശിന. ഈക്വൽ വിഷൻ എല്ലാവരെയും. നമുക്ക് ആ വിഷനിൽ കാണാൻ പറ്റില്ല. ഒരു ബ്രാഹ്മണനെയും ഒരു പശുവിനെയും ഒരു ആനയെയും ഒരു ചണ്ടാലിനെയും ഒരു നായയൊന്നും നമുക്ക് ഈക്വലായിട്ട് കാണാൻ പറ്റില്ല. ആ തലത്തിലേക്ക് നമുക്ക് എപ്പോൾ വളരുന്നോ അപ്പോൾ നമ്മൾ ഉത്തമാധികാരി എന്നർത്ഥം. ഹരേ കൃഷ്ണ പ്രഭുജി, അപ്പൊ ഈ യോഗി ഉത്തമാധികാരിയാണ് എന്നാണോ പറയുന്നത് ഈ യോഗി ശ്ലോകത്തില്? തന്റെ ആ പെർഫെക്ഷൻ പക്വത സ്ഥാനത്തിലെത്തിയാൽ മാത്രം. അപ്പൊ യോഗിവര്യന്മാർ പല കാര്യത്തിനും യോഗ ചെയ്യുന്നുണ്ട്. ഭൗതിക സിദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അവരൊന്നുമല്ല. ഓക്കെ. അല്ല, ഇപ്പൊ ഇതിന്റെ ഈ അർത്ഥപ്രകാരം ഇതിന്റെ ശരിക്കുള്ള യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാ തന്നെ. ആ ആ. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരാൾ യോഗ അഭ്യാസത്തിലൂടെ, അല്ലാണ്ട് വെറുതെ പേരും പ്രശസ്തിക്കും അല്ലെങ്കിൽ സിദ്ധിക്കും വേണ്ടി ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നു. അതായത് ഇപ്പൊ ഈ കൃഷ്ണാവബോധം സിദ്ധിച്ച ആ ഒരു ലെവലിലേക്ക് യോഗ്യം എത്തുന്നുണ്ടെന്നല്ലേ പറയണത്? എത്തണം, അതാണ് ശരിക്കുള്ള വഴി. ഓക്കെ. ഓക്കെ, സോ ടെക്സ്റ്റ് 30 അടുത്ത ക്ലാസ്സിൽ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो। अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे हरि हरि। हरे कृष्णा।